നമുക്ക് ആദ്യം തന്നെ യുവാക്കളുടെ ഏറ്റവും ഹരമായി മാറിയിട്ടുള്ള പോളോ. അടുത്തായിട്ട് മാരുതി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് മാരുതിയുടെ ബലേനോ. അടുത്തായിട്ട് സെഡാൻ സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചെടുക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹോണ്ട കമ്പനിയുടെ അമേസ്. അടുത്തായിട്ട് വാഹനപ്രേമികൾ അത്യാവശ്യം തിരഞ്ഞെടുക്കുന്ന ഒരു വാഹനമാണ് എത്തിയോസ് ലിവ. ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ഇല്ലാതെ എന്നാൽ ഏതൊരു സാധാരണക്കാരനും നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വാഹനങ്ങൾ വിൽക്കപ്പെടുന്ന കിടിലൻ ഷോറൂമുകൾ ദുനിയാവിലെ ഏത് മുക്കിലും മൂലയിലുണ്ടെങ്കിലും അവിടെ തേടി പിടിച്ചിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഞാൻ വാക്കുന്നുണ്ടായിരുന്നു. ആ വാക്കിന് എന്തൊക്കെ സംഭവിച്ചാലും അത് ഞാൻ ചെയ്തിരിക്കും. അതിപ്പോൾ കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏത് ജില്ലയിലാണെങ്കിലും അവിടെ തേടിപ്പോയി കണ്ടുപിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിന്ന് അതുപോലൊരു കിടിലൻ ഷോറൂമിലാണ് ഉള്ളത്. ഇവിടുത്തെ വാഹനങ്ങളുടെ പ്രത്യേകത 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടി, 3 ഫ്രീ സർവീസ്, ഏകദേശം ഒരു 30,000 രൂപ 40,000 രൂപ ആ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വാറണ്ടിയും സർവീസോട് കൂടിയിട്ട് നമുക്ക് യൂസ്ഡ് കാറുകൾ പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാം. അപ്പോൾ ഞാനെന്നുള്ളത് എവിടെയാണ് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യം അത് പറഞ്ഞുതരാം. നമ്മുടെ എറണാകുളം ജില്ലയിൽ, നമ്മുടെ കേരളത്തിൽ തന്നെ IT ഹബ്ബായിട്ടുള്ള കാക്കനാടുള്ള പോപ്പുലർ വെഹിക്കിൾസിൻ്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമിലാണ് ഞാനെന്നുള്ളത്. ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ തീരില്ല. കാരണം ഒരു കസ്റ്റമർ ഈ ഒരു ഷോറൂമിലേക്ക് വാഹനം എടുക്കാൻ വരുമ്പോൾ അയാളെ എത്രത്തോളം സന്തോഷവാനാക്കാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ചെയ്തിട്ടേ ഈ ഒരു ഷോറൂമുകാർ ആ ഒരു കസ്റ്റമേഴ്സിനെ ഇവിടുന്ന് വിടുള്ളൂ. അത്രയും സർവീസിൽ പേര് കേട്ടിട്ടുള്ള ഒരു ട്രൂ വാല്യൂ ഷോറൂമാണ് നമ്മുടെ കാക്കനാടുള്ള പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂം. അത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മനസ്സിലാവുന്ന കാര്യം തീർച്ചയാണ്. പിന്നെ ഒട്ടുമിക്ക വാഹനങ്ങൾക്ക് ഈ പറഞ്ഞ വാറണ്ടി അതിൻ്റെ സർവീസ് ഉണ്ട്. മാരുതി ട്രൂ വാല്യൂ ഷോറൂമാണ് കരുതിയിട്ട് മാരുതി കാറുകൾക്ക് മാത്രമല്ല വാറണ്ടി ഉള്ളത്, അതർ ബ്രാൻഡ് വാഹനങ്ങൾക്കും വാറണ്ടിയും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി വെഹിക്കിൾസ് സെയിൽ ചെയ്തിട്ട് മാക്സിമം പേരെടുത്തിട്ടുള്ള ഒരു ഷോറൂമാണ്. എറണാകുളം ജില്ലയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഷോറൂമാണ്. നമ്മൾ കാക്കനാട് വഴി പോകുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് നോട്ടം കിട്ടുന്ന ഈ ഒരു സെസ് ബിൽഡിംഗ് ഉണ്ട്. നമ്മുടെ ഈ കാക്കനാട് മെയിൻ ടൗണിൽ തന്നെയാണ് സെസ് ബിൽഡിംഗ്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ഷോറൂം ഉള്ളത്. നിങ്ങൾക്ക് എങ്ങനെ പോലും വഴി തെറ്റാതെ ഷോറൂമിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സിനോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ വീഡിയോസിന് നല്ല സപ്പോർട്ടും കാര്യങ്ങളും തരുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഈ വീഡിയോക്കും തരണം, ഈ ഷോറൂമിനും തരണം. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പിൻ്റെ ഷോറൂമാണ്. ഇവിടെ ഇപ്പോൾ വന്നിട്ട് നിങ്ങളൊരു വാഹനം പറയുകയാണെങ്കിൽ ഈ ഷോറൂമിൽ ഇല്ലെങ്കിൽ കൂടി ഇവരുടെ ലിസ്റ്റിൽ ഏത് ഔട്ട്ലെറ്റിൽ കിടക്കണമെങ്കിലും അതിവിടെ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇവർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് യൂസർ കാറുകൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഈ ഒരു ഷോറൂമിൻ്റെ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്, വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ ലോങ് ആയതുകൊണ്ട് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള യൂസർ കാർ ഷോറൂമുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരൊന്നും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം അവിടേക്ക് എത്തിയിട്ട് നല്ല നല്ല ഷോറൂമുകൾ തേടി പിടിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ പിന്നെ വൈകിപ്പിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കാക്കനാട് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലാണുള്ളത്. കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതെ. അതായത് ആദ്യമായിട്ടാണ് കാക്കനാട് ഈ ഒരു ഷോറൂം ഞാൻ ചെയ്തത്. അപ്പോൾ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾ കേരള പല പല സ്ഥലങ്ങളിലായിട്ടുള്ള കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ കാരണമാണ്. അതിന് വലിയൊരു താങ്ക് യു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അതിനായിട്ടുള്ള സർവീസ് നിങ്ങളുടെ കസ്റ്റമർ പ്രത്യേകം വന്നവർക്ക് അതിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ വളരെ ഹാപ്പിയാണ് ഇപ്പോഴും. അപ്പോൾ അത് കൂടാണ്ട് തന്നെ നമുക്കിപ്പോൾ വേറൊരു കാര്യം കൂടി, നമുക്കിപ്പോൾ യൂട്യൂബ് പറഞ്ഞ് കണ്ടുവരുന്ന ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്തു കൊടുക്കാം. നമുക്ക് ഹോം ഡെലിവറി കേരളയിൽ നമുക്ക് ബ്രാഞ്ച് വരുന്നുണ്ട്. തൊട്ടടുത്ത് അവരെ വീടിൻ്റെ അടുത്തുള്ള ബ്രാഞ്ചിലോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലോ നമുക്ക് വണ്ടി എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് പോപ്പുലർ വെഹിക്കിൾസ് എന്ന് പറയുന്നത് കേരളത്തിൽ എല്ലായിടത്തും എല്ലാ ജില്ലയിലും ഇവർക്ക് ഒരുപാട് ഷോറൂമുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഏത് ജില്ലയിലുള്ളവരും ഇവിടുത്തെ വാഹനങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വാഹനം അവിടെ അറേഞ്ച് ചെയ്ത് അവിടെ കൊടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ വീടിൻ്റെ ഉമ്മർത്ത് കൊടുന്ന് വാഹനം ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഇവർ കൊടുക്കും. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു, കാണാതെ പോലും വാഹനങ്ങൾ എടുത്തു എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം. എല്ലാത്തിനും നന്ദി നിങ്ങളോടാണ് പറയേണ്ടത്. എന്നോട് നന്ദി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വീഡിയോസ് കാണാൻ നിങ്ങൾ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും അർഹരായിട്ടുള്ള ആളുകൾ. അപ്പോൾ നന്ദി നിങ്ങളോട് പറയാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സപ്പോർട്ടും സഹകരണം ഈ വീഡിയോസിന് കൊടുക്കണം. കാരണം നമ്മൾ മാക്സിമം യൂസർ കാറുകൾ, ഏറ്റവും മികച്ച വാഹനങ്ങൾ മാന്യമായ വിലയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും അവർക്ക് പറ്റുന്ന വാഹനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം. ഈ മാസത്തെ വീഡിയോസ് എന്തായാലും നിങ്ങൾ കാണുക. എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഇത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വീഡിയോ കാണുക, ഇഷ്ടമായി ലൈക്ക്, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും നല്ല നല്ല വാഹനങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഓരോ വാഹനങ്ങൾ പരിചയപ്പെടാം. തീർച്ചയായിട്ടും കാണാം. നമുക്ക് ആദ്യം തന്നെ യുവാക്കളുടെ ഏറ്റവും ഹരമായി മാറിയിട്ടുള്ള പോളോ. ഇതിന്റെ ഡീറ്റെയിൽസ് അതിന് തന്നെ. ഇത് 2017 മോഡൽ വണ്ടി, ട്രെൻഡ് ലൈൻ 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. റെക്കോർഡ്സ് ഉള്ള വണ്ടിയാണ്. അതെ. ഇതിന് എന്തൊക്കെയാണ് ട്രെൻഡ് ലൈൻ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നത്? നമുക്ക് ഇതിലിപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം,
പിന്നെ ABS, എയർ ബാഗ് എല്ലാ ഓപ്ഷൻസും എല്ലാം വരുന്ന പോലെ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് അല്ലേ? അതെ അതെ, എല്ലാം കണ്ടീഷനാണ്. എല്ലാം ഒരു 80% അബോവ് ത്രെഡും ഉണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്കയാണോ? ഫുൾ കവർ ഇൻഷുറൻസ് കിടപ്പുണ്ട് നിലവിൽ. എല്ലാം ഉണ്ട്. അതെ അതെ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന് വാറണ്ടിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വിത്ത് വാറണ്ടി. എത്ര വർഷത്തേക്കാ? നമുക്ക് 1 year വാറണ്ടി വരുന്നുണ്ട്. 1 year വാറണ്ടി. 1 year വാറണ്ടി ഇവർ കൊടുക്കുന്നുണ്ടെങ്കിൽ വണ്ടി അത്രയും ഓരോ കാര്യങ്ങൾ മുക്കും മൂലം ചെക്ക് ചെയ്തതിന് ശേഷം സെറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടേക്കുന്നത് കൊടുക്കുന്നതല്ലേ? ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 470 വരും. 4,70,000 രൂപ. അതെ അതെ. ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു കച്ചവടമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതിന് നിങ്ങൾ മാക്സിമം എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് വണ്ടിയുടെ ഒരു 85% 90% വരെ ഫണ്ടിങ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ ഒരു കസ്റ്റമർ നല്ല ഏറ്റവും ടോപ്പ് ലെവലിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ വരികയാണെങ്കിൽ മാക്സിമം 4 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. അതെ തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്തായിട്ട് മാരുതിയുടെ ആൾട്ടോ 800. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇതിപ്പോൾ 2019 മോഡൽ LXI എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി 34,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ കിലോമീറ്റർ ആണ്. സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. മാരുതിയുടെ ഒരു 6 മാസത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസ് ഉണ്ട്. അത് ഓൾ ഇന്ത്യ മാരുതി വാറണ്ടിയാണ്. ഓൾ ഇന്ത്യ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ സാധനം ക്ലെയിം ചെയ്തെടുക്കാം അല്ലേ? അതെ അതെ. ഇതിന് LXയിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്? ഇതിപ്പോൾ 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, പിന്നെ മ്യൂസിക് സിസ്റ്റം കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ പുതിയത്. അതെ അതെ. പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ പുതിയത് കിടക്കുന്നത്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ തേർഡ് പാർട്ടിയാണ് കിടക്കുന്നത്. നമുക്കിപ്പോൾ ഫിനാൻസ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം നമുക്കൊരു ഫുൾ കവർ ഇൻഷുറൻസും കൂടി ചെയ്ത് കൊടുക്കാം. ഫുൾ കവർ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്കിത് വരുന്നത് 3.25 ലക്ഷം രൂപയാണ്. അതായത് 3,25,000. 3,25,000 രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് മാക്സിമം ഫണ്ടിങ് ആയിട്ട് മാരുതി വണ്ടി ആയതുകൊണ്ട് നിലവിൽ ഇറങ്ങുന്ന മോഡലായതുകൊണ്ട് മാക്സിമം ഒരു 90% വരെ ഫണ്ടിങ്. അതായത് 2.25 വരെയൊക്കെ ഏകദേശം 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് ഇറക്കി താഴെ മതിയാവും. എന്തായാലും അതിന്റെ താഴെ മതിയാവില്ല. ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് വാഹനപ്രേമികൾ അത്യാവശ്യം തിരഞ്ഞെടുക്കുന്ന ഒരു വാഹനമാണ് എത്തിയോസ് ലിവ. പക്ഷെ നമുക്ക് അങ്ങനെ കിട്ടാത്തൊരു വാഹനമാണ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്തു തന്നെ? ഇതിപ്പോൾ 2016 മോഡൽ G എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. എറ്റിയോസ് ലിവയുടെ G വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടി. 63,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,55,000 രൂപയാണ് വിത്ത് വാറണ്ടി. 1 year വാറണ്ടി വരുന്നത്. ഇതിന് 1 വർഷത്തെ വാറണ്ടി കൊടുക്കുന്നത്. ഇത് മാരുതി ട്രൂ വാല്യൂ ഷോറൂം ആണ്. പക്ഷേ മാരുതിയുടെ വാഹനങ്ങൾക്ക് മാത്രമല്ല അതർ ബ്രാൻഡ് വാഹനങ്ങളും ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇവർ വാറണ്ടി കാര്യങ്ങളും അതും 1 വർഷത്തേക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുറത്തെടുക്കുമ്പോൾ ഈ വാറണ്ടി കാര്യങ്ങളും കിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം കോൺടാക്ട് ചെയ്യാം. പെട്രോൾ ഡീസലാ? ഇത് പെട്രോൾ വേരിയന്റ് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ? 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു എത്തിയോസ് ലിവ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാക്കനാട് പോപ്പുലർ ട്രൂ വാല്യൂ ഷോറൂമിലേക്ക് പോകുന്ന ഇപ്പോൾ ഒരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളും നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റേത് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇത് ആകെ ഒറ്റ പീസ് ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് സെഡാൻ സെഗ്മെന്റ് വാഹനം അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഹോണ്ട കമ്പനിയുടെ അമേസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്തു? ഇതിപ്പോൾ 2021 മിഡിൽ വേരിയന്റ് SMT എന്ന് പറഞ്ഞ വേരിയന്റാ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഷോറൂം കണ്ടീഷനിൽ കിടക്കാണ്. ഇതിന്റെ ഇപ്പോൾ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഒരു റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമർ ചെയ്ത് തന്നേക്കുന്നത്. പിന്നെ നമുക്ക് റെയിൻ ഗാർഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇത്രയാണ് എക്സ്ട്രാ ആക്സറീസിൽ വരുന്നത്. ഇത് പെട്രോൾ ഡീസലാ? പെട്രോൾ വേരിയന്റാ വരുന്നത്. പെട്രോൾ വേരിയന്റ് മാനുവൽ വേരിയന്റ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? റെക്കോർഡ്സ് ഒക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാ റെക്കോർഡ്സും ഉള്ള വണ്ടിയാണ്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നിലവിൽ ഫുൾ കവർ ഇൻഷുറൻസ് കിടപ്പുണ്ട്. ഒരു 70% ടയേഴ്സും കാര്യങ്ങളൊക്കെ നിലവിൽ വാഹനത്തിനുണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? 7,10,000 രൂപയാണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ്. നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും റേറ്റിൽ. ചെറിയ രീതിയിൽ നെഗോഷ്യബിളും കാര്യങ്ങളുണ്ടാവും. ഇതിന് വാറണ്ടിയും കാര്യങ്ങളുണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും 1 year വാറണ്ടി വരുന്നുണ്ട്. 1 year വാറണ്ടി വരുന്നുണ്ട്. ക്വാളിറ്റി വെഹിക്കിൾ ആയതുകൊണ്ടാണ് 1 year വാറണ്ടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പോരാത്തതിന് മാക്സിമം ഒരു 90-95% വരെ നമുക്ക് ലോൺ ചെയ്യാം. മോഡൽ കൂടിയ വണ്ടി ആയതുകൊണ്ട് ചെയ്യാൻ പറ്റും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറായി മാത്രം മതി. അതെ തീർച്ചയായിട്ടും. അതെ. അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ i20, അതായത് പുതിയ മോഡലിൽ പുതിയ ഫേസിൽ വരുന്ന i20 ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്തോ? ഇതിപ്പോൾ 2022 വണ്ടിയാണ്. മാഗ്ന എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ്. പക്ഷെ എന്നാലും ഫീച്ചേഴ്സ് ഒരുപാടുണ്ട്. ഹുണ്ടായി സെഗ്മെന്റിലെ വണ്ടി ആയതുകൊണ്ട് ഫീച്ചേഴ്സ് ഒരുപാട് വരും. നമുക്ക് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? എന്തൊക്കെയാണ് ഇതിലിപ്പോൾ 4 door പവർ വിൻഡോ, ABS, എയർ ബാഗ്, കമ്പനി മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട്. ഒട്ടേറെ ഫീച്ചേഴ്സ് ഉണ്ട്. അലോയ് ടൈപ്പ് തന്നെ ഒരു വീല് വരുന്നുണ്ട്. അതായത് വീൽ കപ്പ് അലോയ് ടൈപ്പ് ആണ് വരുന്നത്. മാഗ്ന വേരിയന്റ് ആണെങ്കിൽ കൂടി അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഇതിന് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ അല്ലേ? എല്ലാം പക്കയാണ്. നിസ്സാര കിലോമീറ്റർ, അതായത് വെറും 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിൻ വെറും 10,000 കിലോമീറ്റർ, അതായത് ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ്. ഒരു പുതിയ i20 എടുക്കാൻ പോകുന്ന ആളുകൾക്ക് ഓണർഷിപ്പ് മാത്രമേ ഒന്ന് ചേഞ്ച് ആവുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഷോറൂം കണ്ടീഷൻ വാഹനം. ഷോറൂം കണ്ടീഷനുള്ള വാഹനമാണ്. നമുക്ക് വാറണ്ടി ഉണ്ടാവും. നിലവിൽ വാറണ്ടി ഉണ്ടാവും. എത്ര വർഷത്തേക്ക് വാറണ്ടി? നമുക്ക് 1 year വാറണ്ടി വരും. 1 year വാറണ്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിപ്പോൾ 22 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. 10,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,20,000 രൂപയാണ്.
720 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ കച്ചവടമൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പ്രൈസ് നോക്കിയിട്ട് ഇരിക്കണ്ട. നിങ്ങൾ കച്ചവടം കാര്യങ്ങളൊക്കെ ആണ് ഷോറൂമിലേക്ക് വന്ന് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്ത് തരും. എത്രത്തോളം നിങ്ങൾക്ക് മാക്സിമം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണോ അതിനനുസരിച്ചിട്ട് മാക്സിമം ലോണും തീർച്ചയായിട്ടും. അടുത്തായിട്ട് മാരുതി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങൾ ഒന്നാണ് മാരുതിയുടെ ബലേന. അത് ഈ ഒരു ഫേസിൽ ഇടുന്ന വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ചെയ്തോ? 2019 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിൽ. 71,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 71,000 കിലോമീറ്റർ പെട്രോൾ എഞ്ചിന്. അതെ, സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആണ്, പക്ഷെ എന്നാലും ഫീച്ചേഴ്സ് അത്യാവശ്യമുണ്ട്. അത്യാവശ്യം നമ്മുടെ മാരുതിയിൽ പ്രീമിയം കാറ്റഗറി സെല് ചെയ്യുന്ന വണ്ടിയാണ്. അതായത് നെക്സ കാറ്റഗറി സെല് ചെയ്യുന്ന വണ്ടിയാണ് ബലേന. ഓക്കെ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്ക, എല്ലാം ഹിസ്റ്ററി ഉണ്ട്. ഇതിനിപ്പോ ഒരു 6 മാസത്തെ വാറണ്ടി കിടപ്പുണ്ട്. ഓൾ ഇന്ത്യ മാരുതി വാറണ്ടി കിടപ്പുണ്ട്. 6 മാസത്തെ ഫ്രീ സർവീസ്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഈ 3 ഫ്രീ സർവീസ് ഇവിടെ തന്നെ വരണമെന്നില്ല. അതെ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഏത് ഷോറൂമാണ് മാരുതിയുള്ളത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർവീസും കാര്യങ്ങളും കിട്ടും. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 70% ടയർസും കാര്യങ്ങളും ഉണ്ട് അല്ലേ. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 5,50,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിളും കാര്യങ്ങളുണ്ടാവും. ലോൺ നമുക്ക് എത്ര ചെയ്യാൻ പറ്റും? മാക്സിമം 90% വരെ ഫണ്ടിങ് ചെയ്യാൻ പറ്റും. 90, ഒരു 50-60 ആ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം. ഇതിന് വാറണ്ടി കാര്യങ്ങളുണ്ടോ? 6 months വാറണ്ടി വരുന്നുണ്ട്. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ 2018 മോഡൽ ടിയാഗോ ഓട്ടോമാറ്റിക് ആണ്. XZ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ മോഡലാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്. 2 സൈഡ് എയർ ബാഗ്, ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലിപ്പോൾ നിലവിൽ ഓടിയേക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,000 കിലോമീറ്റർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം. നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,35,000 രൂപയാണ്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. അതായത് 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ, 10,000 കിലോമീറ്റർ, വിച്ച് അവർ കംസ് എയർലിയർ, അങ്ങനെയാണ് വാറണ്ടി കട്ടാവുന്നത്. 1 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടോ കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. അടുത്തായിട്ട് മാരുതിയുടെ നെക്സയിലൂടെ പുറത്തിറങ്ങുന്ന പ്രീമിയം സെഗ്മെന്റ് വാഹനമായിട്ടുള്ള ഇഗ്നീസിന്റെ ഡീറ്റെയിൽസ് ഏതോ? ഇതിപ്പോൾ 2022 സിഗ്മ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. 6,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. പെട്രോളാ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്. അത്യാവശ്യം കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. എല്ലാം ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ 1 കൊല്ലത്തെ വാറണ്ടി വരുന്നത്. ഓക്കെ. വാറണ്ടി, 3 ഫ്രീ സർവീസ്. മാരുതിയുടെ ഏത് ഷോറൂമിൽ നിന്ന് വേണമെങ്കിലും സർവീസ് ചെയ്യാവുന്നതാണ്. അതിന്റെ അർത്ഥം വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് എഫക്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും കൊടുക്കുന്നത്. ഈ സിഗ്മ വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഇതിലിപ്പോൾ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഇപ്പൊ കസ്റ്റമർ എക്സ്ട്രാ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ സീറ്റ് കവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലോറിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. 2 സൈഡ് എയർ ബാഗ്, ABS, സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പക്ക. അതെ. പ്രീമിയം കാർ ആയതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ഇതിന്റെ ഇൻഷുറൻസ് ഒക്കെ പക്കല്ലേ? ഫുൾ കവർ ഇൻഷുറൻസ് കിടപ്പുണ്ട് നിലവിൽ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 5,35,000 രൂപയാണ് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 5,35,000. അതിൽ നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. അതെ, ലോണും ചെയ്യാൻ പറ്റും. ഇതിപ്പോ മാരുതിയുടെ പ്രീമിയം വണ്ടിയല്ലേ, നമുക്ക് 22 മോഡൽ ആയതുകൊണ്ട് മാക്സിമം ഒരു 95% വരെ നമുക്ക് വണ്ടിക്ക് പറ്റും. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്? ഏകദേശം ഒരു 30-40 റേഞ്ചിൽ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ടിങ് കൊടുക്കാനായിട്ട് നമുക്ക് തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. അതെ.